ട്രംപിന്റെ ഉത്തരവിനെ തുടർന്ന് പുറത്താക്കിയ ന്യൂക്ലിയർ സേഫ്റ്റി ജീവനക്കാരെ വീണ്ടും നിയമിക്കാനുള്ള ഓട്ടത്തിലാണ് യുഎസ് ഏജൻസികൾ. എടുത്തുചാടിയാൽ കുടിച്ചു ചാകും, അതാണ് സംഭവം. ഫെഡറൽ ഏജൻസി തൊഴിലാളികൾക്കെതിരെ ട്രംപ് ഭരണകൂടം നടത്തുന്ന അടിച്ചമർത്തൽ ശ്രമങ്ങളുടെ ഭാഗമായി നിരവധി പേരെ പിരിച്ചുവിടാനുള്ള നീക്കം നടത്തിയിരുന്നു. എന്നാൽ ഈ ആഴ്ച ആദ്യം പിരിച്ചുവിടൽ കത്തുകൾ ലഭിച്ച എനർജി ഡിപ്പാർട്ട്മെന്റിലെ 100 കണക്കിന് ജീവനക്കാരെ വീണ്ടും നിയമിക്കാൻ റെഡിയാവുകയാണ് യുഎസ് ഏജൻസി. ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഫെഡറൽ ചെലവ് ചുരുക്കൽ നടപടികളുടെ ഭാഗമായി വ്യാഴാഴ്ച പുറത്താക്കിയ ജീവനക്കാരെ തിരികെ കൊണ്ടുവരാൻ രാജ്യത്തിന്റെ ആണവായുധങ്ങളുടെ മേൽനോട്ടം വഹിക്കാൻ ചുമതലപ്പെടുത്തിയ യുഎസ് ഫെഡറൽ ഏജൻസി ശ്രമിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച ഏകദേശം 10,000 ഫെഡറൽ തൊഴിലാളികളെ പിരിച്ചുവിടുകയും സ്വമേധയാ പോകാനുള്ള വൈറ്റ് ഹൌസിൽ നിന്നുള്ള ഓഫർ സ്വീകരിച്ച 75,000 തൊഴിലാളികളിൽ ഈ 10,000 പേരും ഉൾപ്പെട്ടിരുന്നു. ഈ പിരിച്ചുവിട്ട ഉദ്യോഗസ്ഥർ യുഎസിന്റെ ആണവായുധ ശേഖരത്തിന്റെ മേൽനോട്ടം വഹിക്കാൻ സഹായിച്ചവരാണ്. ആയുധങ്ങൾ നിർമ്മിക്കുന്ന സൗകര്യങ്ങളിൽ ജോലി ചെയ്തിരുന്ന ജീവനക്കാരും ഇതിലുണ്ടായിരുന്നു. റിപ്പോർട്ട് അനുസരിച്ച് ഈ ജീവനക്കാരെ കണ്ടെത്താൻ നാഷണൽ ന്യൂക്ലിയർ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ അഥവാ NNSA ഇപ്പോൾ പാടുപെടുകയാണ്. NNSA അവരുടെ നിലവിലെ ഉദ്യോഗസ്ഥർക്ക് ഈ പിരിച്ചുവിട്ട ആളുകളെ കണ്ടെത്താൻ മറ്റു സൂപ്പർവൈസർമാരുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ശരിക്കും ട്രംപിന്റെ ഈ നയം അല്ലെങ്കിൽ ഉത്തരവ് പ്രധാന ഫെഡറൽ ഏജൻസിയെ നാണം കെടുത്തിയെന്ന് തന്നെ പറയാം. ഇവിടെ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഒന്ന്, NNSA എനർജി ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമാണെന്നും രണ്ടാമത്തേത് ന്യൂക്ലിയർ വാർ ഹെഡുകളുടെ സുരക്ഷയും വിശ്വാസ്യതയും ഉറപ്പുവരുത്തുന്ന കാലിഫോർണിയയിലെ ലോറൻസ് ലിവർമോർ നാഷണൽ ലബോറട്ടറിയുടെയും അതുപോലെ ന്യൂ മെക്സിക്കോയിലെ ലോസ് അലമോസ് നാഷണൽ ലബോറട്ടറി, ടെക്സസിലെ പാൻടെക്സ് പ്ലാന്റ്, സമ്പുഷ്ടമായ യുറേനിയത്തിന്റെ അതായത് ആണവായുധ ഘടകങ്ങളുടെ ഉറവിടമായ ടെന്നസിയിലെ വൈറ്റ് 12 ദേശീയ സുരക്ഷാ സമുച്ചയം, പിന്നെ മറ്റ് സൈറ്റുകളുടെയും മേൽനോട്ടം വഹിക്കുന്നുവെന്നതും. $25 ബില്യൺ വാർഷിക ബജറ്റിൽ പ്രവർത്തിക്കുന്ന ഏജൻസി ഇപ്പോൾ ഒരു ആയുധ നവീകരണ പരിപാടിക്ക് മേൽനോട്ടം വഹിക്കുകയാണ്. റിപ്പോർട്ടുകൾ അനുസരിച്ച് ഫെഡറൽ ബോഡിയിൽ നിലവിൽ രാജ്യവ്യാപകമായി 65,000 ഫെഡറൽ കരാർ ജീവനക്കാരുണ്ട്. ഇതൊന്നും പോരാതെ കഴിഞ്ഞ വർഷം മുൻ യുഎസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണത്തിന് കീഴിൽ റഷ്യ, ചൈന, ഉത്തര കൊറിയ എന്നിവയുമായി സാധ്യമായ ഏകോപിത ആണവ ഏറ്റുമുട്ടലുകൾക്ക് തയ്യാറെടുക്കുന്നതിനുള്ള യുഎസ് ആണവ തന്ത്രത്തിന് അംഗീകാരവും നൽകിയിരുന്നു. എങ്കിലും 2 വർഷം മുമ്പ് അതേ ഭരണകൂടം ദീർഘകാലമായി നിലനിന്നിരുന്ന നോ ഫസ്റ്റ് യൂസ് പോളിസി, അതായത് ആദ്യം ഉപയോഗിക്കേണ്ടതില്ല എന്ന നയം ഭേദഗതി ചെയ്തു. എന്നാൽ ട്രംപ് അധികാരത്തിലെത്തിയതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. മിഡിൽ ഈസ്റ്റിലും യുക്രൈനിലും എല്ലാം നേരെയായി കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങളും ഡീന്യൂക്ലിയറൈസേഷൻ അഥവാ ആണവ നിരായുധീകരണത്തിലേക്ക് നീങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുവെന്ന് ട്രംപ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. ധാരാളമുള്ളതിനാൽ പുതിയ ആണവായുധങ്ങൾ നിർമ്മിക്കേണ്ടതായ യാതൊരു ആവശ്യമില്ല എന്നും ട്രംപ് വ്യാഴാഴ്ച വൈറ്റ് ഹൌസിൽ പറഞ്ഞു. ആണവായുധങ്ങളുടെ നിർമ്മാണത്തിനായി എല്ലാവരും ധാരാളം പണം ചെലവഴിക്കുന്നു. അത് യഥാർത്ഥത്തിൽ കൂടുതൽ ഉൽപാദനക്ഷമമായ മറ്റു കാര്യങ്ങൾക്കായി ചെലവഴിക്കാൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ മാസം സ്വിറ്റ്സർലാൻഡിലെ ദാവോസിൽ നടന്ന വേൾഡ് ഇക്കണോമിക് ഫോറത്തിൽ റഷ്യയുമായും ചൈനയുമായും ആണവ നിരായുധീകരണ ചർച്ചകൾക്കുള്ള തന്റെ താൽപര്യം ട്രംപ് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു.